കറപ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആ ഒരാളുമായിട്ട് ട്രാൻസാക്ഷൻ നടത്തിയാൽ സസ്പീഷ്യസ് ട്രാൻസാക്ഷൻസ് എന്നാണ് നമ്മളെ വേർഡിങ്സിൽ പറയാം, AML സൈഡിൽ പറയാം. പറഞ്ഞു വരുമ്പോ റഫീഖ് സാഹിബ് ഒരു സർട്ടിഫൈഡ് ടാക്സ് ഏജന്റും കൂടെയാണ്. സർട്ടിഫൈഡ് AML സർട്ടിഫൈഡ് സ്പെഷ്യലിസ്റ്റ്. AML എന്നൊക്കെ പറയുമ്പോൾ അറിയാത്തവർക്ക് ആന്റി മണി ലോണ്ടറിംഗ് എന്ന ഒരു വലിയ ഡൊമൈന്റെ സർട്ടിഫൈഡ് കൺസൾട്ടന്റും കൂടെയാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു ആന്റി മണി ലോണ്ടറിംഗ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് വലിയ കട്ടിയുള്ള വാക്കാണ്. മണി ലോണ്ടറിംഗ് എന്ന് കുറെ കേട്ടിട്ടുണ്ട്. അത് വലിയൊരു ഏരിയയാണ്. കാരണം നമ്മൾ സാധാരണ വാറ്റ്, കോർപ്പറേറ്റ് ടാക്സിനൊക്കെ പറയുന്നത് ഒരു ടാക്സേഷൻ പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതൊരു കംപ്ലൈൻസ് ആണ്. അത് ടാക്സ് അടക്കാനൊന്നുമില്ല, പക്ഷെ ഒരുപാട് ഗവൺമെന്റ് പറയുന്ന കംപ്ലൈൻസ് നമ്മൾ മീറ്റ് ചെയ്യണം. റിയൽ എസ്റ്റേറ്റ്, ജ്വല്ലറി, ബാങ്ക്, പിന്നെ ഞങ്ങളെ പോലുള്ള ഓഡിറ്റേഴ്സ് ആൻഡ് അക്കൗണ്ടൻസ്, ഇങ്ങനെയുള്ള ആൾക്കാർ സെറ്റ് ചെയ്യേണ്ട കംപ്ലൈൻസസ് മീറ്റ് ചെയ്യണം. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും. കാര്യം ഒരുപാട് പേർക്ക് അത് ഉപകാരമാവും. ഫസ്റ്റ് ഓഫ് ഓൾ രജിസ്ട്രേഷൻ എടുക്കണം. പിന്നെ അതിൻ്റെ ഒരു പോളിസി സെറ്റിംഗ് AML രജിസ്ട്രേഷൻ എടുക്കാനുണ്ട്. ശ്രദ്ധിച്ചോളൂ, റിയൽ എസ്റ്റേറ്റിലുള്ളവർ AML രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അതിൽ മെയിനായിട്ടുള്ളത് KYC അപ്ഡേഷനാണ്. പിന്നെ സ്ക്രീനിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. സ്ക്രീനിങ് ഇൻ ദ സെൻസ്, ഫോർ എക്സാമ്പിൾ ഒരു ജ്വല്ലറി കേസ് എടുത്തു കഴിഞ്ഞാൽ ജ്വല്ലറിയിലേക്ക് നമ്മൾ ഒരാൾ ഗോൾഡോ കാര്യങ്ങളോ എടുക്കാൻ പോവുകയാണെങ്കിൽ മൊത്തത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും ഡാറ്റ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഗവൺമെൻറ് തന്നെ സെറ്റ് ചെയ്യുന്നതാണ്. ആ സോഫ്റ്റ്വെയർ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. പറഞ്ഞിരിക്കുന്ന റിയൽ എസ്റ്റേറ്റിലുള്ള ആൾക്കാരും ജ്വല്ലറിയിലുള്ള ആൾക്കാരൊക്കെ ആ ഒരു സോഫ്റ്റ്വെയറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ആളല്ല എന്ന് മനസ്സിലാവുന്ന ഒരു ഡാറ്റയാണ്. ദാറ്റ് മീൻസ് എന്തെങ്കിലും ഇവിടെ കുറച്ച് കേസോ കാര്യങ്ങളൊക്കെ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആ ഒരാളുമായിട്ട് ട്രാൻസാക്ഷൻ നടത്തിയാൽ സസ്പീഷ്യസ് ട്രാൻസാക്ഷൻസ് എന്നാണ് നമ്മളെ വേർഡിങ്സിൽ പറയാം, AML സൈഡിൽ പറയാം. അപ്പോൾ ആ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആണോ എന്ന് നമുക്ക് മനസ്സിലാവാൻ സ്ക്രീനിങ് എന്നാണ് ആ പ്രോസസ്സിനെ പറയാം. ഒന്നെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ എമിറേറ്റ് സൈഡ് വെച്ചിട്ട് സ്ക്രീനിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡാറ്റ വരും. ആ ഡാറ്റ ഓക്കെ ആണെങ്കിൽ നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്താം, ഇല്ലെങ്കിൽ ചെയ്യരുത് എന്നാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ആൻറ്റി മണി ലോണ്ടറിംഗ് ഉദ്ദേശിക്കുന്നത് കള്ളപ്പണം ഒഴിവാക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ നിരപരാധികളായിരിക്കുമേ. നമ്മളവിടെ ട്രാൻസാക്ഷൻ ചെയ്യുന്നവർ ചിലപ്പോൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കറപ്റ്റഡ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സെക്യൂർ ആവാൻ, സേവ് ചെയ്യാനും, നമ്മൾ രാജ്യത്തിൻ്റെ കംപ്ലയിൻസ് മീറ്റ് ചെയ്യാനൊക്കെ ഇത്തരം അഡ്വൈസസുകൾ നിങ്ങൾ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം അഡ്വൈസ് വേണമെങ്കിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഏരിയ ആണ്. നിങ്ങൾക്ക് ദയവായിട്ട് ബന്ധപ്പെടാം.